തുടർന്നും ഒരു നിലവിൽ 2 ടേം അവസാനിച്ച് മൂന്നാമത്തെ ഒരു ടേം ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരുന്നുണ്ട് എന്ന് സാർ എന്തായാലും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഉറച്ചു വിശ്വസിക്കാനുള്ള ഒരു 2 കാരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സാർ എന്താ പറയുക? 10 വർഷം മുമ്പില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ 10 വർഷത്തിന് ശേഷം നമ്മളുടെ നാട്ടിലുണ്ടായി. നാഷണൽ ഹൈവേ 10 കൊല്ലം മുമ്പുണ്ടായിരുന്നു. കോട്ടക്കൽ നിങ്ങളിങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനൊരു റോട്ടിലൂടെ വരാൻ പറ്റും എന്ന് വിചാരിച്ചിരുന്നു, സങ്കല്പിച്ചിരുന്നു മനസ്സിൽ? കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണത്. പക്ഷേ 2500 ഏക്കർ സ്ഥലം സംസ്ഥാന സർക്കാർ എടുത്തു കൊടുക്കണം. ഇപ്പോൾ റെയിൽവേയുടെ കാര്യത്തിലും എന്താണ് പറഞ്ഞത്? സ്റ്റേറ്റ് ഗവൺമെൻറ് സ്ഥലം എടുത്തു കൊടുക്കണം, എന്നാൽ ഞങ്ങൾ സ്പീഡ് റെയിൽവേ പണിയാം എന്നാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാരാണ് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണോ വേണ്ടേ എന്ന് തീരുമാനിച്ചപ്പോൾ വേണമെന്ന് തീരുമാനിച്ചു. നാഷണൽ ഹൈവേക്ക് 2500 ഏക്കർ സ്ഥലം വലിയ വില കൊടുത്ത് ഏറ്റെടുത്തു. ആ വിലയുടെ 25% സംസ്ഥാന സർക്കാർ കൊടുത്തു. ഒരാൾക്ക് കോമ്പൻസേഷനായി, നഷ്ടപരിഹാരമായി 1 കോടി രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ 75 ലക്ഷം രൂപ കേന്ദ്ര സർക്കാരിൻ്റേതും 25 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിൻ്റേതുമാണ് വിഹിതം. ഇത് 10 കൊല്ലം മുമ്പ് ഇല്ലാത്ത ഒരു കാര്യമാണ്. ഈ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്ന ഒരാൾക്ക്, അതുപോലെ തന്നെ ഇവിടെ പാലങ്ങൾ, റോഡുകൾ, എത്ര റോഡുകൾ, എല്ലാ റോഡുകളും PWD റോഡുകളും റബ്ബറൈസ് ചെയ്യപ്പെട്ടു. ഏതാണ്ട് റബ്ബറൈസ്ഡ് റോഡുകളാണ് മലപ്പുറം ജില്ലയിലെ ഏതാണ്ട് PWD റോഡുകൾ എല്ലാം തന്നെ. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ സർക്കാരിനല്ലാതെ ജനങ്ങൾ മറ്റൊരു സർക്കാരിന് വോട്ട് രേഖപ്പെടുത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഈ വികസന പദ്ധതികൾക്കൊപ്പം ഗെയിൽ വാതക പൈപ്പിൽ 400 കിലോമീറ്റർ ഭൂമിക്കടിയിലൂടെ ഇട്ടുപോയി. അതൊന്നും UDF സർക്കാർ ആയിരുന്നെങ്കിൽ നടക്കില്ല. കാരണം എന്തൊക്കെ വലിയ എതിർപ്പുകളായിരുന്നു ആ ഘട്ടത്തിലൊക്കെ ഉയർന്നു വന്നത്. ഇടമൺ കൊച്ചി ഇലക്ട്രിസിറ്റി പവർ ഹൈവേ അത് 380-390 കിലോമീറ്ററാണ്. അത്ര കിലോമീറ്ററിൽ എത്ര കിലോമീറ്ററാണ് UDFൻ്റെ ഭരണകാലത്ത് ഇടാൻ വേണ്ടി സാധിച്ചത്? ഇല്ല. മുഴുവൻ സ്ഥലം അക്വയർ ചെയ്ത് അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയത് LDF ആണ്. വിഴിഞ്ഞം പോർട്ട് 10 കൊല്ലം മുമ്പ് ഉണ്ടാകാത്ത ഒരു സാധനമാണ്. ഒരു കുട്ടം മണ്ണ് പോലും അവിടെ ഇട്ടിരുന്നില്ല. ഇന്ന് നിങ്ങൾ പോയി നോക്കിയാൽ അവിടെ ഒരു പുതിയ സംവിധാനം നിലവിൽ വന്നിരിക്കുന്നു. നമ്മളുടെ സ്കൂളുകൾ എങ്ങനെയായിരുന്നു? നമ്മളുടെ സ്കൂളുകൾ പൊട്ടിപ്പൊളിഞ്ഞ ക്ലാസ് റൂമുകൾ, തകർന്നടിഞ്ഞ മറ്റു സംവിധാനങ്ങൾ, കെട്ടിടങ്ങൾ, ഇതൊക്കെയായിരുന്നു. പെൺകുട്ടികൾക്ക് മൂത്രമൊഴിക്കാനൊരു സൗകര്യം ഒരു സർക്കാർ സ്കൂളിൽ ഉണ്ടായിരുന്നു എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റൂ. സർക്കാർ സ്കൂളുകളെ മുഴുവൻ മെച്ചപ്പെടുത്തി. അത് മെച്ചപ്പെടുത്തിയപ്പോൾ എയ്ഡഡ് സ്കൂളുകാരും അവരുടെ നിലവാരം മെച്ചപ്പെടുത്തി, അവരുടെ പശ്ചാത്തല സൗകര്യവും മെച്ചപ്പെടുത്തി. ആശുപത്രി സൗകര്യങ്ങൾ എത്ര കണ്ട് മികച്ചതായി നമ്മളുടെ ആശുപത്രി സംവിധാനങ്ങൾ. അതിൻ്റെയൊക്കെ പുറമെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ. 62 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നു, 2000 രൂപ വെച്ച്. സത്യത്തിൽ UDF കാണിച്ച മാനദണ്ഡം അനുസരിച്ച് എത്ര രൂപ കൊടുത്താൽ മതി? VS ഭരിക്കുന്ന സമയത്ത് 500 രൂപ ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ UDFൻ്റെ 5 വർഷ ഭരണകാലത്ത് 100 രൂപയാണ് കൂടിയത്. അപ്പോൾ ഒരു ഭരണ ടേമിൽ 100 രൂപയാണ് കൂടേണ്ടത് എന്ന് വരികിൽ എന്ത് ചെയ്താൽ മതി? 800 രൂപയായാലും. അതെ, 800 രൂപയായാലും മതി. 600 ഉള്ളത് 2-5 വർഷം കൂടുമ്പോൾ 100 രൂപയായാലും മതി. അതിന് പകരം 2000 രൂപയാക്കി അത് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സർക്കാർ ജനങ്ങളുടെ പക്ഷത്താണ് എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ഇപ്പം ഈ നേട്ടങ്ങളെല്ലാം കാണുന്ന ഒരാൾക്ക് ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ട് വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കില്ല. ഇടതുപക്ഷം ഇനിയും വരണം എന്നേ അവർ പറയും.